വാഗമണിൽ കുന്നിടിക്കൽ തകൃതിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഭൂമാഫിയ മലനിരത്തിൽ നടത്തിയിട്ടും അധികൃതർ മൗനത്തിലാണ്. പ്രകൃതി രമണീയമായ വാഗമൺ കണ്ണംകുളത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഭൂമി മാസങ്ങളായി നിയമവിരുദ്ധമായി വെട്ടിനിർത്തുന്നത് തുടരുകയാണ്. തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് പകരം 10 സെന്റ് ഭൂമി നൽകാമെന്ന 2007 മെയ് 21 ഇടുക്കി കളക്ട്രേറ്റിൽ വെച്ച് തൊഴിലാളി നേതാക്കളും അന്നത്തെ MLAയും നടത്തിയ ചർച്ചയുടെ മിനിസിന്റെ മറവിലാണ് ഈ വൻകിട ഭൂമി കച്ചവടവും പരിസ്ഥിതി നാശവും നടക്കുന്നത്. അന്ന് മിനിസിൽ ഒപ്പുവെച്ച ഓഫീസർ സസ്പെൻഷനായെങ്കിലും ആ മിനിസ് മറയാക്കി പലരുടെ പേരിലായി ഭൂമി കൈമാറ്റം ചെയ്ത് ഒടുവിൽ ബിനാമി ഇടപാടുകളിലൂടെ ഒരാൾ തന്നെ ഏക്കറുകൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിലുള്ള അനുമതിയുടെ പേരിൽ പകൽ സമയങ്ങളിൽ പോലും ഇവിടെ വൻതോതിൽ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. മലകൾ ഇല്ലാതാകുമ്പോഴും രാഷ്ട്രീയക്കാരോ റവന്യൂ പഞ്ചായത്ത് അധികൃതരോ ഒരു നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. കെട്ടിട നിർമ്മാണത്തിനും വികസനത്തിനും പഞ്ചായത്ത് നൽകിയ ഉത്തരവ് മാത്രമാണ് ലഭിച്ചത് എന്നാണ് റവന്യൂ അധികൃതർ വാദം. എന്നാൽ തന്നെ ഭൂപരിഷ്കരണ നിയമമനുസരിച്ച് തോട്ടം ഭൂമി മുറിച്ചു വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. എന്നിരിക്കെയാണ് 2 ഏക്കർ സ്ഥലത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് അനുമതിയുണ്ടെന്നാണ് വില്ലേജ് ഓഫീസറുടെ വിശദീകരണം. അധികൃതർ പറയുന്നത് പുകമറയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാഗമണിന്റെ ഹരിത ഭംഗി നശിപ്പിച്ചുകൊണ്ടുള്ള ഈ ബിനാമി മാഫിയയുടെ ഇടപെടലിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യമുയർത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.